എന്തൊക്കെയുണ്ട് സുഖമല്ലേ? ഞാൻ ദേ ഇപ്പോൾ ഉള്ള എവിടെയാണെന്നറിയോ? എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേര്യമംഗലം ഇടുക്കി റൂട്ടിലുള്ളത്. പറയണ്ട, ഈ നട്ടുച്ചയ്ക്ക് എങ്ങടെ പോകണമെന്നല്ലേ? ഒരു രക്ഷയില്ല, നമുക്ക് നമ്മുടെ പണി ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മുടെ വീസ് റൂമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ സുങ്കാങ്കി പുറകിലുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ രാജാക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളായിട്ട്, ഒരുപാട് നാൾ മുന്നെയാണ് ഞാൻ കള്ളിമാലി എന്ന് പറഞ്ഞ വ്യൂ പോയിൻറ്റിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ കള്ളിമാലി വ്യൂ പോയിൻറ്റും തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ. ഒരു ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നുരുകുമായിരുന്നു. ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് ദേവദൂതനെ പോലെ ആ കാണുന്ന ഐസ്ക്രീം വണ്ടി ഉണ്ടോ, ചേട്ടൻ എവിടെ നിന്നോ പറന്നു വന്ന് അവിടെ ഇരുന്നു ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇവിടെ അങ്ങ് ഇരിക്കുമായിരുന്നു. ഇത് വള്ളി, ഈ വള്ളി വേറെ വള്ളിയല്ല കേട്ടോ, നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനിട്ടേക്കുക. ഈ പറഞ്ഞ കള്ളിമാലി വ്യൂ പോയിൻ്റ് ആൻഡ് ഇൻ ആൻഡ് അറൗണ്ട് സ്ഥലങ്ങളൊക്കെ കാണാനുള്ളൊരു ഉദ്ദേശത്തിലാണ്. വൈകുന്നേരത്തെ സൺസെറ്റ് പിടിക്കുക, അതേ എനിക്ക് ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് പോവുകയാണ്. ഒരു ധൃതിയില്ല, ഒരു 40-50 ഇങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മന്ദാകിനി. അല്ല, നമ്മളെപ്പോഴും അടിമാലി പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മൂന്നാർ അടിമാലി നോർമൽ റൂട്ടാണല്ലോ എടുക്കാറ്. ഞാനത് എടുക്കാനായിട്ട് എനിക്ക് മടിയാണ്. ഞാൻ എപ്പോഴും ഈ ഒരു റൂട്ടാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഈ റൂട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര സുഖമാണ്. നമുക്കിങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഈ ഒരു കാടിലിങ്ങനെ എന്താ പറയുക, ചൂടുണ്ടാവും. പക്ഷേ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും വണ്ടി തിരക്കില്ല. അതുപോലെ തന്നെ വേറെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. ഈ ചൂടും ബ്ലോക്കും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ മെൻ്റലായി പോകും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഞാനിന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ കംപ്ലീറ്റ്ലി റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയേക്കുന്നത്. ഭയങ്കര ഹെക്റ്റിക്കാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കഴിഞ്ഞ വ്ളോഗ് എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ ആ ഒരു സംഭവമാണ്. എല്ലാവരും ഹാപ്പിയാണ് അതിപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിയാക്ഷൻസും മെസ്സേജസും റിപ്ലൈസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം എല്ലാവരും സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഞാനൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട് രാഗമയ. ഒരുപാട് നാളായിട്ട് ഞാൻ ഈ കേൾക്കുന്നതാണ് ഈ ഒരു പേര്. ഇന്നല്ല 2 ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് റിലാക്സേഷൻ. അങ്ങനെ വേറെ ദൂരത്തേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മേളിലോട്ടാട്ടോ ഇടുക്കിക്ക് പോകുന്ന റൂട്ട്. ബൈക്ക് റൈഡിന് ഒട്ടും എന്താ പറയുക ആപ്റ്റായിട്ടുള്ളൊരു ടൈം അല്ല കേട്ടോ ഈ ഒരു സമയം. നിന്നൊരുകുക, ഏതാണ്ട് നമ്മളൊരു തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കയറിയ അവസ്ഥയാണ് ഇപ്പോൾ ഇടുക്കിയിലേക്ക് എത്തുന്ന സമയത്ത് ഉച്ചയ്ക്ക്. ഈ ഒരു പാലം കല്ലാറൊട്ടി പാലം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിത് ഇങ്ങനെ പവർ ഹൗസിൽ നിന്ന് വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കര വരണ്ട് കിടക്കുക. ഈ ഒരു റോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു എന്താ പറയുക നാശമായിട്ട് കിടന്നു വെച്ച റോഡാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഭയങ്കര അടിപൊളിയായിട്ട് ടാറൊക്കെ ചെയ്ത് നമ്മുടെ മൂന്നാർ മെയിൻ റോഡിനേക്കാളും നന്നായിട്ട് ഈ റോഡ് കിടക്കുന്നത്. കുറച്ച് ബി കെയർഫുള്ളായിട്ട് ഓടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നല്ല ട്വിസ്റ്റും ബെൻസും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരുവിധം നന്നായിട്ട് കെയർ ചെയ്ത് വേണം ഓടിക്കാനായിട്ട്. ഓപ്പോസിറ്റ് KSRTC, പ്രൈവറ്റ് ബസ് അങ്ങനെ മുതലായ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഷുഡ് ബി മോർ കെയർഫുൾ, അത്രേ ഉള്ളൂ. സൺസെറ്റ് കള്ളിമാലി വ്യൂ പോയിന്റിലാണ്. അതെന്തായാലും എൻ്റെ വാക്കാ. സൺസെറ്റ് നമ്മൾ ഒന്നിച്ച് കള്ളിമാലി വ്യൂ പോയിന്റിൽ പോയിട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ബ്ലോഗിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. ഞാൻ ഓരോ വ്ളോഗിൽ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. തനിയെ ആ ഒരു ഇതിൽ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാക്ക് ടു നോർമൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അധികം അങ്ങോട്ട് വലിച്ച് ലാഗാക്കുന്നില്ല. ഒരു കുഞ്ഞു വീഡിയോ 2 പാർട്ടായിട്ട് ഉണ്ടാവും. 2 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ 2 ദിവസത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ബൈക്ക് ഇന്നലെ ജസ്റ്റ് ഒന്ന് കയറ്റി സർവീസ് ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കി ഇറങ്ങിയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ ബാക്ക് ടു ബാക്ക് ഒരുപാട് ട്രാവൽ വരുന്നുണ്ട്. എങ്ങനെ ഈ വെയിലത്ത് ഞാൻ എവിടെയൊക്കെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ പോയേ പറ്റൂ, വീഡിയോസ് എടുത്തേ പറ്റുള്ളൂ. ഇനി ഞാൻ ഒരു ലാഗോ ഇല്ലാണ്ട് കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാനാണ് എൻ്റെ ഈ ഒരു റൂട്ടിൽ എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് പോർഷനാണ്. ഞാൻ ധനുഷ്കോടി പോയ വ്ളോഗിൽ ഇതേ ഡയലോഗ് ഇവിടെ വെച്ച് തന്നെ അടിച്ചിട്ടുണ്ട്. സോ സോറി. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആട്ടോ നമുക്ക് ആനച്ചാല് ഭാഗത്തേക്ക് പോകാനായിട്ട്. ഈ ബൊഗമില്ല ഉണ്ടോ, ബൊഗമില്ലയുടെ സീസണാണ്. ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കള്ളിമാലി വ്യൂ പോയിന്റിലേക്ക്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടോ നമ്മുടെ റിസോർട്ടിലേക്ക്. കള്ളിമാലി ഈ സമയത്തൊന്നും പോകരുത്, ഇപ്പോൾ പോയിക്കൂടാ. ഈ സമയത്തൊന്നും പോകുമ്പോൾ കള്ളിമാലിയിൽ ഈ ടൈമിലൊന്നും ചെന്ന് കയറരുതിട്ടാ. വൈകുന്നേരം സൺസെറ്റിൻ്റെ ടൈമിൽ ചെന്നാൽ അടിപൊളിയായിരിക്കും. ചെറിയൊരു കാൽവരി മൗണ്ടാണ് നമ്മുടെ ഈ കള്ളിമാലി എന്ന് പറയുന്നത്. നമ്മുടെ പൊന്മുടി ഡാമിലേക്ക് പോകുന്നത്. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റ് ആട്ടോ പോകേണ്ടത്. ലെഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ റിസോർട്ട് അന്വേഷിക്കണം, ഏത് ഭാഗത്താണുള്ളതെന്ന് നോക്കണം. ഞാൻ റിസോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കള്ളിമാലി വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട്. അത് കുറച്ച് അപ്പുറത്ത് തന്നെ. ഏറ്റവും കൂടുതൽ ഞാൻ 800 കണ്ടിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ അടിമാലിയിൽ, ഈ ഇതേപോലെ ഇടുക്കിയിലും. എവിടെ തിരിഞ്ഞാലും 800. അയ്യോ,
ഇതിന് മാത്രം 800 ഇവിടെ നിന്ന് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. അതിൻ്റെ പുറകിലെ കഥയും കാര്യം എന്താണെന്നുള്ളതൊന്നും പറഞ്ഞു തന്നോട്ടോ. ഇടുക്കിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 800-നോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ അത് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിന് മാത്രം 800 കിട്ടുന്നത്? പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് 800 എന്ന് പറയുന്നത്. അത് നമ്മുടെ എറണാകുളത്തൊന്നും ഇത് കാണാനും കൂടിയില്ല. എന്നാലും എൻ്റെ രാഗമയെ, നീ ഇതെവിടെയാ? രാജാക്കാടേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഈ കടയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ രാഗമയ റിസോർട്ടിലേക്ക് പോകുന്നത്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ റിസോർട്ടിലേക്ക്. ഇത്ര വേഗം എത്തിയോ? അപ്പോൾ കള്ളിമാരി വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പൂക്കളാണ് മെയിൻ ഹൈലൈറ്റ്. എന്താ കളറെന്നറിയോ? കളറും സൈസും ഭയങ്കര വൈബ്രൻ്റ് ഇവിടുത്തെ പൂക്കൾ. എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കളറും വൈബ്രൻസ് ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ വരെ റോഡൊന്നും കുഴപ്പമില്ല, കാറൊക്കെ വരാൻ പറ്റുന്ന റോഡ് തന്നെയാണ്. ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് ആംബിയൻസ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറിയിട്ടാ. ആംബിയൻസ് മാത്രമല്ല, റോഡ് മാറിയിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല. അഡ്വഞ്ചർടാ. എന്നെ ആൾക്കാർ പുച്ഛിക്കാറുണ്ട്, ഈ ഒരു അഡ്വഞ്ചർ ബൈക്ക് ഉണ്ടായിട്ട് നീ എന്തിനാണ് ഈ വഞ്ചി തുഴയണ പോലെ തുഴയണേ? സംഭവം വേറൊന്നുമല്ല, എൻ്റെ പുറകിലൊരു പെട്ടിയുണ്ട്, ആ പെട്ടിക്കുള്ള ക്യാമറ ഇருக்கு. അതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ ഈ പോകുന്നതൊക്കെ വെറുതെ ആവും. പിന്നെ ഞാൻ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും. സിനിമാറ്റിക് ഷോട്ടൊക്കെ കാണണ്ടേ നമുക്ക്. ഒരു കാറ്റൂതി മേടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഞാൻ പണ്ട് പോയതാണ്, പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് ആട്ടോ, നമ്മുടെ രാജാക്കാട് ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്കും റൈറ്റ് കട്ട് ചെയ്ത് നേരെ പോയാൽ മതി. കള്ളിമാലിക്ക് പോകുന്ന വഴി തന്നെയാണ്. ഇതിൻ്റെ എൻഡിലാണ് രാഗമയ റിസോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പണ്ട് വന്നപ്പോൾ കണ്ട റിസോർട്ട് തന്നെയാണ്, ഒരുപാട് കാലമായിട്ടുള്ള റിസോർട്ട് തന്നെയാണ്. ഇവിടെയൊക്കെ ബോഗിയമില്ല. രാഗമയ 750 മീറ്റർ. അപ്പോൾ ഇത് തന്നെയാണ്. ഇങ്ങോട്ടല്ലേ? തൊട്ടടുത്താണ് അപ്പോൾ വ്യൂ പോയിന്റ്. ഇപ്പോൾ കാണിച്ചു തരാം വ്യൂ പോയിന്റ്. ഇതാണ് വ്യൂ പോയിന്റ്. പക്ഷേ ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല, വെയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ നിൽക്കാത്തത്. കണ്ടോ സൂപ്പറാണ്. വൈകുന്നേരം വന്ന് നമുക്ക് നല്ല കലക്കം വീഡിയോസൊക്കെ എടുക്കാം. ഡ്രോണില്ല എൻ്റെ കയ്യിൽ. എല്ലായിടത്തെങ്കിലും ഉണ്ടല്ലോ ഒരലക്കായിരുന്നു. ഭയങ്കര രസമാണ്. ചിലപ്പോൾ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കണ്ടാലോ. ഈ ഒരു ലൈറ്റിൽ എനിക്ക് നിങ്ങൾക്ക് ഇത് എന്താ പറയുക, എനിക്കിത് കാണിച്ചു തരാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇത്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഫൈനലി നമ്മൾ അങ്ങനെ രാഗമയ റിസോർട്ടിൽ എത്തിയേക്കുവാണ്. എവിടെയാണോ സെക്യൂരിറ്റിയൊക്കെ? റിസപ്ഷൻ എവിടെയാണോ? ചൂടത്തെ ഇതിലും വലിയൊരു സംഭവം വേറെ കിട്ടാനില്ല. മോരാണ്. വെട്ടവലി കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ് ഒരു പ്രീമിയം ഒരു എന്താ പറയുക റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രീതിയിലൊരു എന്താ പറയുക ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള റിസോർട്ട് തന്നെയാണ്. അപ്പോൾ അതെ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ബൈക്ക് അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് എൻ്റെ ഒരു BM കിടപ്പുണ്ട്. നൈസ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് റൂമിലേക്ക് പോകാം. റൂമിലെത്തി ഫ്രഷായിട്ട് ഞാൻ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല വെയിലാണ്, പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ആ വെയിലൊക്കെ മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോട്ടേജസും റൂംസും എല്ലാം വരുന്നത്. പല കൈൻഡ്സ് ഓഫ് റൂംസ് ഉണ്ട്. ഞാനതെല്ലാം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും എൻ്റെ റൂമെന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ പുറത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇതൊക്കെ എന്തായാലും വൈകുന്നേരം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് പോവാം. ഈ ഒരു സംഭവം പാറ്റേണും ഈ ഒരു എന്താ പറയുക വുഡൻ തീമൊക്കെ നൈസായിട്ടുണ്ട്. സംഭവം വുഡാണോ അല്ല, എന്തായാലും ആ ഒരു സംഭവമൊക്കെ നൈസായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഇത് എവിടെ കേട്ടോ ക്യാമ്പ് ഫയർ പിറ്റ് വരുന്നത്. അതൊക്കെ നമുക്ക് വൈകുന്നേരം എടുക്കാം. ആൻഡ് ദിസ് ഈസ് മൈ റൂം. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു കബോർഡുണ്ട്, ചപ്പൽസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. എൻ്റെ ജാക്കറ്റ് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ലൈറ്റ് ഇല്ല അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ വാഷ്റൂം കാണിക്കാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. നൈസ് എന്താ പറയുക ഭയങ്കര നല്ല ലൈറ്റിങ്. ഇത് ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ആട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ ലൈറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തായാലും ആവശ്യം വരും. പിന്നെ അതുപോലെ തന്നെ അമെൻറ്റീസായിട്ട് ഷാമ്പൂവും സോപ്പും ഷവർ ക്യാപ്പ് സോപ്സ് അതെല്ലാം വെച്ചിട്ടുണ്ട്. ടിഷ്യൂസ് വെച്ചിട്ടുണ്ട്. ഫേസ് ടിഷ്യൂ ഉണ്ട്. ഒരു വലിയ മിററുണ്ട്. പിന്നെ അതേ ഒരു ടെലഫോണുണ്ട്. ഇവിടെ ഇരുന്ന് ആരും വിളിക്കാനാ? റിസപ്ഷനിലോട്ടായിരിക്കും. വലിയൊരു മിറർ ഇവിടെ ഉണ്ട്. എന്നെ കാണിക്കുന്നില്ല, ബോറാണ്. ഇവിടെ നമുക്ക് 2 ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ടീ കോഫി മേക്കർ ഉണ്ട്. പിന്നെ അതേ പാൽപ്പൊടി സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചാർജബിളാണ്. അതുപോലെ തന്നെ താഴത്തൊരു മിനി ബാറുണ്ട്. താഴത്തെ അതേ ഒരു സോഡ, ഒരു എന്താ പറയുക മിനറൽ വാട്ടർ ഉണ്ട്.
പിന്നെ ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം ചാർജബിളാണ്. പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ ഓർക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമെന്ന് പറയുന്നത്. നല്ല വലിയ ബെഡ് കേട്ടോ, സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റും. AC ഉണ്ട് ആഫ്റ്റർ ഓൾ, കാരണം ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ ഇതുപോലെ TV ഉണ്ട്, ഇവിടെ ബാഗ് വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് മെസ്ഡായി, ഞാൻ വന്ന് കയറിയുള്ളൂ. പിന്നെ 2 സോഫ, ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ട്. ആൻഡ് ദ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് ഏരിയ ആണ്, അല്ലെങ്കിൽ ഈ ബാൽക്കണി എന്ന് പറയുന്നത്. നമുക്കത് ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 2 പേർക്ക് കപ്പിൾസൊക്കെ ആണെങ്കിൽ കഥയൊക്കെ പറഞ്ഞിരിക്കാം. കപ്പിൾസ് എന്നല്ല, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഇവിടെ വന്നിരിക്കാൻ പറ്റും. പിന്നെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയല്ല. ഇതാണ് കള്ളിമാലി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. കള്ളിമാലി വ്യൂ പോയിൻ്റ് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് വേറൊരു നടത്തം ആവശ്യമില്ല. നമ്മുടെ റൂമിലിരുന്നാൽ തന്നെ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പൊന്മുടി ഡാമിൻ്റെ കാഷ്മെൻ്റ് ഏരിയ ആണ്. അപ്പോൾ വൈൽഡ് ആനിമൽസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഒന്ന് ഫ്രഷപ്പ് ആവണം. പിന്നെ ഇതൊരു ഇൻ്റർ കണക്റ്റഡ് റൂംസ് ആട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ വലിയൊരു ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. മെനുവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. എന്തോരം പില്ലോ ഇരിക്കുന്നതെന്ന് നോക്കി, 6 പില്ലോ ഉണ്ട്. നൈസ്, നല്ല കംഫർട്ടായിട്ടുള്ള ബെഡാണ്. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ക്രിസ്പി പൊറോട്ട ആൻഡ് നല്ല സ്പൈസി വറുത്തരച്ച ചിക്കൻ കറിയാണ്. റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് റൂം സർവീസായിട്ട് ഫുഡ് കൊണ്ടുവന്നു. ഒരാളേ ഉള്ളൂ, പക്ഷേ 2-3 പേർക്കുള്ള ക്വാണ്ടിറ്റിയുള്ള കറി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. കോഫി കുടിക്കാനായിട്ട് വന്നതാണ്. ചിക്കൻ നഗറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ആൻഡ് കോഫി. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ, അതായത് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള വ്യൂ ആയിട്ട് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺസെറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ കിട്ടും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. ഭയങ്കര ഭംഗിയാട്ടോ. ആ ഷെയ്ഡ്സ് കണ്ടില്ലേ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ. അപ്പോൾ അതേ ഇതിൻ്റെ അറ്റത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സൺസെറ്റ് ഇങ്ങനെ നിന്ന് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ശരിക്കും ആ ഒരു ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൂര്യൻ ആ ഒരു മേഘത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുവാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് മുട്ടാൻ പറ്റില്ല, രക്ഷയില്ല, അടിപൊളിയാണ്. നൈറ്റ് റൂമിൻ്റെ ആംബിയൻസ് ഇതാണ്. എന്താ പറയുക, നല്ല ബ്രൈറ്റാണ്. ഒരു മൂടി ലൈറ്റ്സോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് വർക്കൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നല്ല രസമുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെ മെനു എന്ന് പറയുന്നത്, സമീറ ഡൈനിങ്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് വീണ്ടും 2 പൊറോട്ടയും പിന്നെ നമുക്ക് കേരള നാടൻ കോഴിക്കറി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഫുഡ് വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ. ഇപ്പോൾ പുറത്തേക്ക് നോക്കിയാലൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ റൂം സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ എത്തിയിട്ടുണ്ട്. അലാഗേട്ടയാണ്, ബൊഫെ അല്ല, ബൊഫെ രാവിലെയാണ്.
വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. ഇത് കേരള പൊറോട്ട, ഇത് നാടൻ കോഴിക്കറി. ഞാൻ ഓപ്പൺ ചെയ്യട്ടെ.